Hello everyone, welcome to Nexus Professional Training. I am Anupama Subin. We will discuss the topic percentage. Percentage basics and basic formulas we discuss in the previous class. We will discuss complicated next level problems discuss formulas questions discuss class. First question, in 2013, population of a town was 1,60,000. Next year, it has been increased by 3% and continued to increase by 2.5% for next 2 years. Then the present population is what? That's the question. 2013, our town population initially 1,60,000. Next year, 3% increase. So, 3% increase, 100 100 plus 3. 3% increase in the last percentage 100 plus 3. That's 103%. 3% increase. And continued to increase by 2.5% for next 2 years. Next 2 years, 2.5% increase. About 2.5% 100 plus 2.5%. That's 102.5%. So, percentage is 103 102.5%. Okay, so this is 100 plus 3, 100 plus 2.5. X percentage increase, final increase is 100 plus X percentage. Okay, so initially 1,60,000 population. With respect to that, continuous years increase sorry, present population. Now, population is first increase 103 by 100. 103% 103 by 100. That into next 2 years 102.5 by 100. That continuously 2 years increase 2 by 100 into based on first year population 1,60,000 into 1,60,000. This you solve the answer 2. Okay, so this solve this solve the answer B. 1,73,143. The answer is present population 1,73,143. Okay, so this is okay. Second question, if the price of the fuel is increased by 20%, by how much percent a vehicle owner must reduce his consumption in order to maintain same expenditure? The question, fuel price increase. Fuel price increase 20%. 20% fuel price increase. So, monthly budget fuel price monthly budget travel expense അപ്പം അയാൾക്ക് എന്താണ് 20% ആ ഫ്യൂൽ പ്രൈസ് കൂടി പക്ഷേ അയാൾക്ക് അയാളുടെ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ ഒരു മന്ത്ലി ഒരു 1000 rupees ഒരു ഫ്യൂൽ പ്രൈസ് ആയി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ കുറയോ കൂടോ ചെയ്യാതെ അയാൾ ഉപയോഗിക്കുന്ന കൺസംഷൻ എത്രയാണോ ആ ഫ്യൂൽ കൺസ്യൂം ചെയ്യുന്നത് അതിൻ്റെ കൺസംഷൻ എത്ര പെർസെൻറ്റേജ് ആൾ റെഡ്യൂസ് ചെയ്യണം മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു 1000 rupees നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 1000 rupees കൂടുകയോ കുറയോ ചെയ്യരുത് പക്ഷേ ഫ്യൂൽ പ്രൈസ് എത്രയാണ് 20% വെച്ച് ഫ്യൂൽ പ്രൈസ് കൂടി സ്വാഭാവികമായിട്ടും നമുക്ക് ആ പ്രൈസ് ഇപ്പോൾ നമ്മളുടെ ആ ഒരു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കൂടും അല്ലേ അപ്പോൾ അതിന് പകരം എത്ര അയാൾ ആ കൺസംഷൻ എത്ര പെർസെൻറ്റേജ് അയാൾ റെഡ്യൂസ് ചെയ്യണം എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ അതിനൊരു ഫോർമുല ഉണ്ട് ഇഫ് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ R%, then the reduction in consumption so as not to increase the expenditure is R by 100 plus R into 100. ഇപ്പോൾ ഒരു കമ്മോഡിറ്റി എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ ഒരു R% ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നിരിക്കട്ടെ ഇപ്പോൾ ഇവിടെ അതൊരു 20% ആണ് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ എക്സ്പെൻസിനെ ഒട്ടും ബാധിക്കാതെ നമ്മൾ എത്രമാത്രം എന്ത് കമ്മോഡിറ്റിയാണോ അത് നമ്മളുടെ ഉപയോഗം എത്ര നമ്മൾ കുറയ്ക്കണം എന്നുള്ളതിനുള്ള ഫോർമുലയാണ് ആർ എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഇവിടെ നമുക്കത് എങ്ങനെ ചെയ്യണം 20% അല്ലേ 20 by
100 plus 20. 20 by 100 plus 20 into 100%. ഇത്ര ശതമാനമായിരിക്കും പെർസെൻറ്റേജ് റിഡക്ഷൻ ഓഫ് ദാറ്റ് കൺസംഷൻ. നമ്മൾ അതിൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ റിഡക്ഷൻ പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്? ഇത്രയായിരിക്കും. ഇതിൻ്റെ റിസൾട്ടൻ്റ് എത്രയാണോ വരുന്നത് അത്ര പെർസെൻറ്റേജ് നമ്മൾ ആ സാധനം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. IBPS-നായാലും റെയിൽവേയുടെ എക്സാംസിനെല്ലാം തന്നെ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഫോമുല നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ എത്ര വരിക? 20 by 100 plus 20. അപ്പോൾ എത്രയാണ്? 20 by 120 into 100. ഇപ്പോൾ 2 by 12 എത്രയാണ്? 6. അപ്പോൾ എത്രയാണ്? 1 by 6 into 100. 1 by 6 into 100 എന്ന് വരും. 1/6 നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഫോർമുലാസ് പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷനിലേക്കുള്ള കൺവേർഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്താണ് അത് നമ്മൾ എന്തിന് പഠിക്കണം എന്നുള്ളത് പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ ഇതിൽ നോക്കൂ, 1/6 into 100 ഇതിൻ്റെ നമ്മൾ ഇത് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോഴുള്ള ആൻസർ ഇതിൽ കൊടുത്തിട്ടില്ല. ഇപ്പോൾ നോക്കൂ, 15% ഉണ്ട്, 16.6% ഉണ്ട്. 1/6 into 100, 1/6%ന് നമ്മൾ പെർസെൻറ്റേജിലേക്ക് ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ വരുന്ന ഈക്വലൻ്റ് വാല്യൂ എത്രയാണ്? 16.66% ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാവാത്തവർ ആദ്യത്തെ ക്ലാസ്സുകളിൽ പോയി നോക്കണം. 16.66% എന്നാണ് ആൻസർ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻ കൺവേർഷനാണ് പറഞ്ഞിരുന്നത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ പോയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആൻസർ വരുന്നത്, ഓപ്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സോൾവ് ചെയ്ത് ആൻസർ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോമുല നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇത് തന്നെ വേറൊരു ടൈപ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്ത കേസാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മുടെ ഒരു കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്തു എന്നിരിക്കട്ടെ. ഡിക്രീസ് ചെയ്തു, 6% ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ വില ഇത്ര ശതമാനം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ സാധനം അധികം വാങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു സാധനത്തിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ചെയ്യും. കൺസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രീസ് ചെയ്യും. പക്ഷേ അപ്പോൾ നമ്മളുടെ ഒരു മന്ത്ലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും കുറയരുത്. ഇപ്പോൾ 1000 രൂപ നമ്മൾ ആ ഒരു സാധനം ഇപ്പോൾ ഫ്യൂവൽ അടിക്കാൻ നമ്മളൊരു 1000 rupees മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ 1000 rupeesന് തന്നെ നമ്മളത് ഉപയോഗിക്കണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മളത് ഡിക്രീസ് ചെയ്യാതെ നമ്മൾ എത്രയാണോ നമ്മളൊരു സാധനം കൺസ്യൂം ചെയ്യുന്നത് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കൂട്ടണം എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിൽ R/100 - R എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഒന്നുമില്ല, ഇത്രയും നോക്കിയാൽ മതി. നിങ്ങൾ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/100 + R എന്ന് കൊടുക്കുക. നേരെ മറിച്ച് അതിൻ്റെ ഡിക്രീസ് ചെയ്തു, അപ്പോൾ വില കുറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ R/100 - R എന്ന് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് കേസുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് തന്നെ മാറിയിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ ഞാനതിൽ ഒരു കേസ് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നുമില്ല, ഇപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഫോമുലയിൽ ജസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഈ ഒരു പ്ലസ് ആൻഡ് മൈനസ് എന്നുള്ള ഡിഫറൻസ് മാത്രം നോക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വേറൊരു കേസ് ഞാൻ പറയാം. ഇപ്പം നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? പ്രൈസ് ഓഫ് ദ ഫ്യൂവൽ എന്ന് പറയുന്നത് 20% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കണേ. ഇനിയിപ്പം പ്രൈസ് ഓഫ് ദി ഫ്യൂവൽ ഡിക്രീസ് ചെയ്യുന്ന കേസിൽ വരും. ഇപ്പോൾ ഒരു 20% നമ്മൾക്ക് ഡിക്രീസ് ചെയ്തു, ആ ഫ്യൂവലിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു 1000 rupees നമ്മൾ പറഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ബഡ്ജറ്റിൽ തന്നെ നമുക്ക് എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര നമുക്ക് കൂടുതൽ ആ ഫ്യൂവൽ ഉപയോഗിക്കാം എന്നുള്ള കേസ് വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ഫോമുല R/100 - R ആണ്. നേരത്തെ എന്തായിരുന്നു? R/100 + ആയിരുന്നു. അതിന് പകരം R/100 - R into 100. ഇതിൽ എത്രയാണോ പെർസെൻറ്റേജ് വരുന്നത് അത്ര പെർസെൻറ്റേജ് നമുക്ക് കൂടുതൽ ആ ഫ്യൂവൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ഒന്നും ചെയ്യില്ല, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു കേസിലെ പ്രോബ്ലം മാത്രമേ സോൾവ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് കേസിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. ഒന്നുമില്ല, ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു കഴിഞ്ഞാൽ 100 + R കൊടുക്കുക. ഡിക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ 100 - R എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ റിഡക്ഷൻ ഓഫ് 21% ഇൻ ദ പ്രൈസ് ഓഫ് റൈസ് എനേബിൾസ് എ പേഴ്സൺ ടു ബൈ 10.5 kg മോർ ഫോർ ₹100. വാട്ട് ഈസ് എ റെഡ്യൂസ്ഡ് പ്രൈസ് പെർ kg? എന്താണ്? റൈസിലെ 21% പ്രൈസ് റെഡ്യൂസ് ചെയ്തു, കുറഞ്ഞു. 21% വില, അരിയുടെ വില കുറഞ്ഞു. അങ്ങനെ ആയപ്പോൾ അയാൾക്ക് എന്താണ്? 100 രൂപയ്ക്ക് 10.5 kg റൈസ് അയാൾക്ക് അധികം വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ 1 കിലോയ്ക്ക് എത്ര രൂപയാണ് കുറഞ്ഞത്? റെഡ്യൂസ്ഡ് പ്രൈസ് പെർ kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോയിൽ
അവധിയിൽ എത്ര രൂപ കുറഞ്ഞു എന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം, അതിനുശേഷമാണ് നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എത്രയാണ് പറഞ്ഞേക്കുന്നത്? 21% ആണ് റെഡ്യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക, ഇനീഷ്യലി ലെറ്റ് ദ പ്രൈസ്, എത്രയാണ് ഇതിൻ്റെ ഒറിജിനലായിട്ട് ഇതിൻ്റെ അരിയുടെ വില എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് വിചാരിക്കുക. ലെറ്റ് ദ പ്രൈസ് ബി എക്സ്. ഇനീഷ്യലി അതിൻ്റെ വില എക്സ് ആണ്. അപ്പോൾ എത്ര റിഡക്ഷൻ പറഞ്ഞേക്കുന്നത്? റെഡ്യൂസ് ചെയ്തു. എത്ര റിഡക്ഷനാണ് പറഞ്ഞേക്കുന്നത്? 21% ആണ് റെഡ്യൂസ് ചെയ്തത്. മനസ്സിലായോ? 21% ആണ് റെഡ്യൂസ് ചെയ്തത്. അപ്പോൾ റെഡ്യൂസ് ചെയ്യാത്തത് എത്രയാണ്? ബാക്കി എത്ര ഉണ്ട്? റെഡ്യൂസ് ചെയ്യാണ്ട് ബാലൻസ് വന്നത് എത്രയാണ്? ഈക്വൽ ടു 100 മൈനസ് 21%. അത്രയല്ലേ റിഡക്ഷൻ കഴിഞ്ഞ് ബാക്കി എത്രയാണ് വരുന്നത്? എത്രയാണ് വരുന്നത്? ഇത് 79%. 21% റിഡക്ഷനിൽ പോയി. ബാക്കി എത്രയാണ് വരുന്നത്? 79% റിഡക്ഷൻ അല്ലാണ്ട് വരുന്ന പാർട്ട് വിത്തൗട്ട് റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? അയാൾക്ക് 100 റുപ്പീസിൽ 10.5 kg റൈസ് കൂടുതൽ കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒറിജിനൽ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന വിലയ്ക്ക് 100ൽ നമ്മൾ ഒറിജിനൽ വില കൊടുത്തു. എത്രയാണ്? 100 രൂപയ്ക്ക്. ഇപ്പം എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 5 രൂപയാണെന്നുണ്ടെങ്കിൽ 100/5 20 റുപ്പീസ് ആയിരിക്കും വരുന്നത്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഒറിജിനൽ വില അറിയാത്തത് കാരണം എക്സ് എന്ന് നമ്മൾ ഇടുന്നു. അപ്പോൾ 100 രൂപയ്ക്ക് എക്സ് എന്ന് പറയുന്ന ഒറിജിനൽ പ്രൈസ് കിട്ടുന്നത് എത്രയാണോ, എത്ര അരിയാന്ന് നമുക്കറിയില്ല, എത്രയാണോ അതേപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് എത്ര വരുന്നത്? 79%. ഡിസ്കൗണ്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് എത്ര വരുന്നു? 79. അത് 79%. എത്രയുടെയാണ്? നമ്മുടെ ഒറിജിനൽ വിലയുടെ 79% ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? 79x/100. ഒറിജിനൽ വിലയുടെ 79% ബാലൻസ് വരുന്നത് അല്ലേ? അപ്പം 100 രൂപയ്ക്ക് ആ ബാക്കി വരുന്നത് 79x/100. റിഡക്ഷൻ ഇല്ലാതെയും റിഡക്ഷൻ കിട്ടിയതിന് ശേഷവും നമുക്കപ്പോൾ ബാലൻസ് എത്ര വരുന്നത്? 10.5 കിലോ അരി. അത്രയും അരി ആയിരിക്കും നമുക്ക് അധികം കിട്ടുന്നുണ്ടായിരിക്കുക. മനസ്സിലായോ? 100 രൂപയ്ക്ക് ഇപ്പം നമുക്ക് 5 കിലോ അരി കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് റിഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിലപ്പം 6 കിലോ അരി കിട്ടുന്നുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അധികം കിട്ടുന്ന അരി എത്രയായിരിക്കും? 1 കിലോ അരിയാണ് നമുക്ക് സാധാരണ വിലയിൽ നിന്നും റിഡക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അധികം കിട്ടുന്നത്. അപ്പോൾ അത് ആ 1 രൂപയ്ക്ക് പകരം ഇവരിവിടെ 10.5 kg പറഞ്ഞിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈസിലി ആൻസർ കിട്ടാം. അപ്പോൾ ഈ ഫസ്റ്റ് ടേം എടുക്കൂ, 100/79x/100. അപ്പോൾ അത് ഞാൻ ഇവിടെ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. 100/79x/100 എന്നാണ്. ഇതൊരു ടേമാണ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എങ്ങനെയാണ് ന്യൂമറേറ്റർ? അപ്പോൾ ഇത് നമ്മൾ മുകളിലേക്ക് പോകും. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 100 ഇൻറ്റു ഈ 100നെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകും. 100/79x എന്ന് വരും. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇത് ഈ ഒരു ടേം എങ്ങനെ വരുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അപ്പോൾ അത് നോക്കി എങ്ങനെ വരുന്നത്? 100 ഇൻറ്റു 100/79x മൈനസ് 100/x ഈക്വൽ ടു 10.5 അല്ലേ? ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു LCM എടുത്തിട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സ്റ്റെപ്പിലായിട്ടായാലും ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു LCM എടുക്കാം. LCM എടുക്കുമ്പോൾ എത്രയാണ്? 79x വരും. അപ്പോൾ ഇതിൽ എത്രയാണ്? 100. ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി, സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. 100 ഇൻറ്റു 100 മൈനസ് ഇവിടെ x ഉണ്ട്, ഇല്ലാത്തത് ഏതാണ്? 79 ആണ് ഇല്ലാത്തത്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? 100 ഇൻറ്റു ഇല്ലാത്തതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇതെല്ലാം നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ സ്റ്റെപ്പ് എല്ലാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എത്രയാണ് വരുന്നത്? 100 ഇൻറ്റു 100,000 മൈനസ് 7900/79x ഈക്വൽ ടു എത്ര വരുന്നത്? 10.5 ഈക്വൽ ടു 10.5 എന്ന് വരും. ഇനി ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 79xനെ ഇൻറ്റു 10.5ലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് എത്ര വരും? 10,000 മൈനസ് 7,900 എത്രയാണ് വരുന്നത്? 2,100. 2,100/79x ഈക്വൽ ടു 10.5. അപ്പോൾ ഞാൻ ഇതിവിടെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 79x ഇൻറ്റു 10.5 ഈക്വൽ ടു 2,100. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു എത്രയാണ്? x ഈക്വൽ ടു 2,100/79 ഇൻറ്റു
10.5. ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇത് അങ്ങനെ വയ്ക്കുക. എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അങ്ങനെ വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഡിസ്കൗണ്ട് വരുന്നത് എത്രയാണ്? 100/79 x/100 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് പ്രൈസ് വരുന്നത് എത്രയാണ്? 79 x/100 ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 79 x/100 ഈക്വൽ ടു ഈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 79 ഇൻറ്റു 2100/100 ഉണ്ട് ഇവിടെ അല്ലേ? 100 ഇൻറ്റു 79 ഇൻറ്റു 10.5. മനസ്സിലായി? അപ്പോൾ ഇത് 100, ഇവിടെ 100 ക്യാൻസൽ ചെയ്യും, 79 ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ ഇതെന്താണ്? 21/10.5 എന്ന് വരും. അപ്പോൾ ഈ 10.5 എന്നുള്ളത് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, താഴെയും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഡെസിമൽ പ്ലേസസ് എല്ലാം റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരിക? മുകളിൽ അപ്പോൾ 210 താഴെ 105 എന്ന് വരും. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 105 ഇൻറ്റു 2 ആണ് 210 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ₹2. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നോക്കണ്ട, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ ന്യൂ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളെല്ലാം തന്നെ പോയി കാണണം. നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. കാരണം നമ്മൾ ലൈവ് ക്ലാസ്സുകളെല്ലാം വരുന്നത് നിങ്ങൾക്ക് അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അതെല്ലാം നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ്സ് വഴി നമ്മളോട് പറയാവുന്നതാണ്. ഞങ്ങൾക്ക് മുന്നിലേക്ക് പോകുവാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ പുതിയ ടോപ്പിക്കുമായി അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് അനുപമ സുബിൻ.